ഹലോ ഓൾ. മാർച്ച് 24-ാം തീയതി അക്കൗണ്ടൻസി എക്സാം വരികയാണ് അല്ലെ. അതിന്റെ ടെൻഷനിലായിരിക്കും മിക്കവരും. ഓരോ ചാപ്റ്റർ വൈസ് നിറയെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റേഷ്യോസ് ഒക്കെ ഒരു 25 ഫോർമുലയെങ്കിലും ഇല്ലേ പഠിക്കാനായിട്ട്. ഇതുകൂടാതെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ തന്നെ ഫോർമുല വെച്ച് പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കണോ? ഇത്ര നാൾ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറക്കാനേ തോന്നണത്. എക്സാം അടുത്തല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചില കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രസക്തി കൊടുക്കേണ്ട ചില ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിന് ഇത് വളരെ യൂസ് ആയിരിക്കും എന്നുള്ള നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഓരോ ചാപ്റ്റർ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്കറിയാലോ അല്ലെ, പ്ലസ് ടുവില് നമുക്ക് അക്കൗണ്ടൻസിനെ 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തത് അക്കൗണ്ടൻസി വിത്ത് പാർട്ട്ണർഷിപ്പ് അല്ലെ. പാർട്ട്ണർഷിപ്പ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് 40 മാർക്സിന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, വിച്ച് ഈസ് നത്തിങ് ബട്ട് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ചില സ്കൂളുകൾക്ക് ഈ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS ബാധകമല്ല, പകരം അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഭാവിയിലോട്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS ആണ്. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ഫോർമുലാസ് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. സോ ഷാൽ വി സ്റ്റാർട്ട്? നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ഉള്ളതിലെ എളുപ്പം ചാപ്റ്റർ, കാരണം കൂടുതലൊന്നും പഠിക്കാനില്ല. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇടുന്ന എക്സാംസ് ആണെങ്കിലും ശരി, ഗവൺമെന്റ് ഇടുന്ന പേപ്പർ ആണെങ്കിലും ശരി, പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രോബ്ലംസ് മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം അത്ര നല്ലതല്ല, എന്നുള്ള ചിന്താഗതി അത്ര നല്ലതല്ല. എന്നാൽ നിങ്ങൾക്ക് തെറ്റി കേട്ടോ. തിയറിയും ഇമ്പോർട്ടന്റ് ആണ്, തിയറിയും ചോദിക്കാറുണ്ട്. സോ എന്ന് വെച്ചിട്ട് തിയറി വാരി വലിച്ചു പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ മിനിമം 2 ആൾക്കാരുണ്ടെങ്കിലേ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതറിയാലോ അല്ലെ. അതറിയാതെ ആരും ഇരിക്കാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരാണല്ലോ. ഒരാൾ മാത്രമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സോൾ പ്രൊപ്പറേറ്റർ എന്നല്ലേ പറയുക. സോ മിനിമം 2 ആൾക്കാരെങ്കിലും വെച്ചിട്ട് തുടങ്ങുന്നതാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ എഗ്രിമെന്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ഇത് കമ്പൽസറി അല്ല. ഓക്കെ, എഗ്രിമെന്റ് അതായത് കരാർ എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഓറൽ ആവാം, റിട്ടൺ ആവാം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓറലും ആവാം, റിട്ടണും ആവാം. ഈ ഓറൽ എഗ്രിമെന്റിന് അത്ര പ്രസക്തി വരാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ കാര്യമല്ലേ. നാളെ ആർക്ക് വേണമെങ്കിലും ആര് തമ്മിൽ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ ഈ പ്രശ്നം വരുമ്പോൾ ഒരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. എങ്ങാനും ആ സ്ഥാപനം, ആ ഫേം റിട്ടേൺ എഗ്രിമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ റിട്ടേൺ എഗ്രിമെന്റ് ഒരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ റിട്ടേൺ എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. അത്രേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കരാർ എഴുത്തു മുഖേന ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിന് വേണ്ട കണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഇതൊക്കെ വാരി വലിച്ചു പഠിക്കണോ, ബൈഹാർട്ട് പഠിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എഗ്രിമെന്റ് നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതില് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫേമിന്റെ പേര്, ആരൊക്കെയുണ്ട്, അവരുടെ അഡ്രസ്സ്, അവരുടെ കോൺടാക്ട് നമ്പർ, എത്ര ക്യാപിറ്റൽ വെച്ചിട്ടാണ് തുടങ്ങിയത്, അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണോ, ഇനി അവര് ക്യാപിറ്റലിന് എടുത്തോണ്ട് പോവാണെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റലിൽ നിന്നും ലാഭത്തിൽ നിന്നും ഒക്കെ എടുത്തോണ്ട് പോകുമ്പോൾ ഡ്രോയിങ്സ് ഉണ്ടാവും. അങ്ങനെ ഡ്രോയിങ്സ് എടുത്തോണ്ട് പോകുമ്പോൾ ആ ഡ്രോയിങ്സിൽ എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും,
ഇനി ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് സാലറി വല്ലതും കൊടുക്കണോ, ഏതെങ്കിലും പാർട്ട്ണറിന് റെമ്യൂണറേഷൻ വല്ലതും കൊടുക്കണോ, ഇങ്ങനെ A to Z. കൂടാതെ ലാഭനഷ്ടം എങ്ങനെ ഷെയർ ചെയ്യണം, ഈക്വലി ഷെയർ ചെയ്യണോ അതോ 3:2:1, 5:3:2 ഇങ്ങനെ വല്ല ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോയിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണോ, ഇങ്ങനത്തെ A to Z കാര്യങ്ങൾ ആ കരാറിൽ ഉണ്ടാവണം കേട്ടോ. ഇതാണ് അങ്ങനെ കരാർ എഴുതി വെക്കുകയാണെങ്കിൽ ആ കരാറിൽ ഇതൊക്കെ ഉണ്ടാവണം, അതിന്റെ കണ്ടൻസ്. ഇനി എങ്ങാനും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കരാറിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, സൈലന്റ് ആണെന്ന് വിചാരിക്കുക കേട്ടോ, ഏതെങ്കിലും ഒരു കാര്യം സൈലന്റ് ആണ്, അതിനെക്കുറിച്ച് കരാറിലൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കരാറേ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോ ചില കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തൊക്കെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്പർ 1, പ്രോഫിറ്റ് ഷെയർ. ലാഭനഷ്ടം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈക്വലി അങ്ങോട്ട് ഷെയർ ചെയ്യുക. അവൻ ജാസ്തി ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഞാൻ കുറവ് ക്യാപിറ്റലിൽ കൊണ്ടുവന്നു, അപ്പൊ അവന് മാത്രമേ കൂടുതൽ ലാഭം കിട്ടുള്ളൂ, എനിക്ക് കുറവ് ലാഭമാണ് കിട്ടുക. ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല അവിടെ. കരാറില്ലെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ലാഭനഷ്ടം ഈക്വലി ഷെയർ ചെയ്യും. നമ്പർ 1. ഇനി നമ്പർ 2, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് പൊതുവെ ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്, അത് കരാറിൽ മെൻഷൻ ചെയ്യണം. 6%, 10%, 12% എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യണം. ഇനി എങ്ങാനും കരാറേ ഇല്ല, അല്ലെങ്കിൽ കരാർ ഉണ്ടായിട്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നുമേ ഇല്ല, സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കരുത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കംപ്ലീറ്റ്ലി നിൽ, ഒന്നുമേ കൊടുക്കാൻ പാടില്ല എപ്പോ? പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആയിരിക്കുമ്പോ. ഇനി മൂന്നാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പാർട്ട്നേഴ്സ് ഫേമിനെ സഹായിച്ചു എന്നിരിക്കട്ടെ, ഫേമിന് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി, കാശില്ലാത്തൊരവസ്ഥയായി, അതില് ഒരു പാർട്ട്ണർ വന്നിട്ട് നല്ല വെൽ ഓഫ് ആണ്, അപ്പൊ അദ്ദേഹം വന്നിട്ട് ഫേമിന് ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കാതെ ഒന്ന് സഹായിച്ചു ആ സിറ്റുവേഷനിൽ. അങ്ങനെ ഒരു പാർട്ട്ണർ മാത്രമായിട്ട് സഹായിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, എല്ലാവരുടെയും കടമയാണ് ഫേമിനെ സഹായിക്കുക എന്നുള്ളത് കേട്ടോ. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുത്ത് സഹായിച്ചു എന്ന് വിചാരിക്കും. ഇനി എഗ്രിമെന്റ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ, ഈ ലോൺ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് പലിശ കൊടുക്കണ്ടേ? അതുപോലെ പാർട്ട്ണർ എന്തെങ്കിലും നമുക്ക്, അതായത് ഫേമിന് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. പക്ഷെ കരാർ എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിലോ, അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പാർട്ട്ണർ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫേമിനെ സഹായിച്ചപ്പോ ആ ലോണിന് ഇൻട്രസ്റ്റ് കരാർ ഇല്ലെങ്കിൽ പോലും കൊടുത്തേ പറ്റൂ. ബൈ ഡീഫോൾട്ട് ആയിട്ട് 6% ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇത് നിർബന്ധം. ഇനി കരാർ ഉണ്ടെങ്കിലോ, കരാറിൽ പറയുന്ന റേറ്റ് കൊടുക്കണം. കരാർ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് 6% ഫേം വന്നിട്ട് പാർട്ട്ണറിന് കൊടുത്തേ പറ്റൂ. എന്തില്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണോ? അല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഈ ഇടയ്ക്കിടയ്ക്ക് പാർട്ട്നേഴ്സ് ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോവല്ലോ അല്ലെ, എടുത്തുകൊണ്ട് പോവല്ലോ. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് വന്നിട്ട് ഫേം പിടിക്കും കേട്ടോ, ചാർജ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഫേം ഇങ്ങോട്ടേക്ക് വാങ്ങുന്നതാണ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ട് കരാർ ഇല്ലെങ്കിൽ ചാർജ് ചെയ്യരുത്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ചാർജ് ചെയ്യരുത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. ആൻഡ് ലാസ്റ്റ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ഈ സാലറി, കമ്മീഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരാർ ഉണ്ടെങ്കിൽ കരാറിൽ പറയുന്ന പോലെ കൊടുക്കണം, കരാർ ഇല്ലെങ്കിലോ ഇതൊന്നും കൊടുക്കരുത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലാഭനഷ്ടം ഈക്വലി ഷെയർ ചെയ്യും കരാറില്ലെങ്കിൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാങ്ങില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിലോ 6% ബൈ ഡീഫോൾട്ട് കൊടുക്കണം. ആൻഡ് വേറെ വല്ല റെമ്യൂണറേഷൻ അതും കൊടുക്കരുത്. എത്ര ഈസി ഇല്ലേ? ഇത്രയേ ഉള്ളൂ. സോ ഈ ടോപ്പിക്, ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കണം. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോയാലോ? നമുക്കറിയാം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നതാണ് ഈ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമുക്ക് 2 രീതിക്ക് അക്കൗണ്ട് ചെയ്ത് വെക്കാം. ആ മെത്തേഡ് ഏതൊക്കെയാണ്? നമ്പർ 1, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്പർ 2, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുത്തിയിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ നല്ലതാണ്. പക്ഷെ കൂടുതലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ ചാപ്റ്ററിന് ചോദിക്കാനുള്ള കാരണം കൊണ്ടും ഈ ചാപ്റ്ററുടെ വെയിറ്റേജ് ഇത്തിരി കുറവായതുകൊണ്ടും അങ്ങോട്ട് കുത്തിയിരുന്ന് പഠിക്കാനുള്ള ഒന്നും ഇതിലില്ല. പക്ഷേ തിയററ്റിക്കലി ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്.
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്പർ 1 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്പർ 2 പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇങ്ങനെ. അപ്പൊ കറണ്ട് അക്കൗണ്ട് വരുന്നത് ഏത് മെത്തേഡിലാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആകെ ഒരു ഒറ്റ അക്കൗണ്ടേ നമ്മൾ വരയ്ക്കുള്ളൂ, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആ പേര് പറയുന്ന പോലെ തന്നെ ക്യാപിറ്റൽ അങ്ങോട്ട് ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മിത്താണ്. ഇത് റിയൽ ലൈഫിൽ അത്ര ഉപയോഗിക്കില്ല നമ്മള്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അങ്ങനെയല്ല. ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതല്ലേ അതിന്റെ ശരി. ക്യാപിറ്റൽ മാറിക്കൊണ്ടേയിരിക്കും. ക്യാപിറ്റൽ ഒരിക്കലും ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്നില്ല. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ആൻഡ് മൂന്നാമത്തെ കാര്യം വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കുന്നു, കറണ്ട് അക്കൗണ്ടും വരയ്ക്കുന്നു, അല്ലെ? അപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റലിന്റെ കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അതല്ലാതെ സാലറിയോ കമ്മീഷനോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ സാധാരണ ഡ്രോയിങ്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ കാണിക്കുന്നില്ല? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. പകരം അതിനാണ് നമ്മൾ വേറൊരു അക്കൗണ്ട് വരയ്ക്കുന്നത്. ആ അക്കൗണ്ടിന്റെ പേരെന്താ? യെസ്, എക്സാക്ട്ലി, കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ കാണിക്കേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ്. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അങ്ങനെയല്ല. ആകെ ഒരു ഒറ്റ അക്കൗണ്ടേ വരയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിച്ചിരിക്കണം. അവിടെ പിന്നെ കറണ്ട് അക്കൗണ്ട് ഇല്ലല്ലോ, അല്ലെ? ഇനി ഇതല്ലാതെ ഇതിന്റെ ഡിഫറൻസ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഇതിന്റെ ഒക്കെ വ്യത്യാസം അറിയണ്ടേ? നോക്കിക്കോളൂ എന്താണെന്നുള്ളത്. അതായത് കണ്ടോ, ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇതൊക്കെ വരുമല്ലോ. ഈ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഈ രണ്ടും നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ലേ വരയ്ക്കുള്ളൂ. അപ്പൊ ആ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ലേ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു വ്യത്യാസമാണോ? ഇത് എത്ര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെ? ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം ഈ കമ്പനി എന്നാണ് ഞാൻ പറയുന്നത്. കമ്പനി അല്ല, ഫേം ആണ് കേട്ടോ. കമ്പനി ഇസ് ഡിഫറെന്റ്, ഫേം ഇസ് ഡിഫറെന്റ് കേട്ടോ. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം ഫേം ഏത് മെത്തേഡാണ് ഉപയോഗിക്കണം എന്നുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ അതോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കണം. അങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എന്തായാലും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നുമേ പറഞ്ഞിട്ടില്ല വിചാരിക്കും, ഏത് മെത്തേഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് എന്നാണ് അർത്ഥം. ഈ റിയൽ ലൈഫിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡേ നമ്മൾ ഫോളോ ചെയ്യാറുള്ളൂ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാറില്ല. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ വരുന്ന അടുത്ത ടോപ്പിക് എന്താണെന്നല്ലേ? യെസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതെന്താ ഈ ഫോർമാറ്റ് ഒക്കെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നാണ്. എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നു കഴിഞ്ഞാൽ അവർ റേറ്റും തരും. ആ റേറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കും. അത് വലിയ കാര്യമൊന്നുമില്ല, അത് വളരെ എളുപ്പമാണ്. പക്ഷെ എക്സാമിന് ഇത്ര ഈസിക്ക് വരുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? അവര് നമുക്ക് ചിലപ്പോൾ തരുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ആയിരിക്കും. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ തരിക. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നാൽ ക്ലോസിംഗ് ക്യാപിറ്റലിന് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. പകരം ക്ലോസിംഗ് ക്യാപിറ്റലിന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിരിക്കണം. ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ തരുമ്പോൾ അതിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനുള്ള രീതിയാണ് ഈ ഫോർമാറ്റ് രൂപേണ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അവർ തരും, അത് വെച്ച് നമ്മൾ തുടങ്ങുന്നു. പൊതുവെ നിങ്ങൾ +1 ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് എങ്ങാനും ഓർമ്മയുണ്ടെങ്കിൽ അത് ആലോചിച്ച് നോക്കിയാൽ മതി. പൊതുവേ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തുടക്കം എത്ര ക്യാപിറ്റൽ ഉണ്ടായിരുന്നു നോക്കും, അതിന്റെ കൂടെ ഡ്രോയിങ്സ് മൈനസ് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ല, നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്തണമെങ്കിൽ ഇതിന്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? നമ്മൾ എല്ലാം ഉൾട്ടാ ചെയ്ത് വെക്കുക. എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് വെച്ച് തുടങ്ങുക. നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം, ലോസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം, ഓപ്പണിംഗ് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനെ പൊതുവെ ആഡ് ചെയ്യും, അതിവിടെ മൈനസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ എല്ലാം ഉൾട്ടയായിട്ട് ചെയ്യുക, എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു വെച്ചാൽ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടും.
അങ്ങനെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടുമ്പോൾ അതിൽ നിന്നും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. ഇത്രേ ഉള്ളൂ, ഈസി. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. പൊതുവെ 1 മാർക്ക്, അതായത് MCQല് അതുപോലെ ഈവൻ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാനും പറ്റും കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാ. ഒരു പാർട്ട്ണർ ഇത്ര രൂപ എടുത്തുകൊണ്ട് പോയി, ഇത്ര ശതമാനം അതിൽ ഇൻട്രസ്റ്റ് പിടിക്കും, ആൻഡ് ഏത് ഡേറ്റിലാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഫോർമുല ഉപയോഗിച്ച്, പക്ഷെ ആ ഫോർമുല ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതെങ്ങനെയാ ചെയ്യാൻ പറ്റുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് 20,000 രൂപ എടുത്തുകൊണ്ട് പോവാണെന്ന് വിചാരിക്കുക. അതിന്റെ 6% ഇൻട്രസ്റ്റ് പിടിക്കുന്നത്. ആൻഡ് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് വന്നിട്ട് ഇപ്പൊ ജൂലൈയിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ജൂലൈ. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആണോ കാലണ്ടർ ഇയർ ആണോ എന്നൊക്കെ നോക്കുക, ബുക്ക് എപ്പോഴാണ് ക്ലോസ് ചെയ്യണമെന്നൊക്കെ നോക്കുക. ഇപ്പോ ജാനുവരിയിലാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഡിസംബറിലായിരിക്കുമല്ലോ അവസാനിക്കുക. അപ്പോ ജൂലൈയിലെ എമൗണ്ട് എടുത്തുകൊണ്ട് പോയി 20,000 പറയുമ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക് അവിടെ എമൗണ്ട് ഇല്ല സ്ഥാപനത്തില്. എമൗണ്ട് ഇല്ലാത്തതിനാണ് ഇൻട്രസ്റ്റ് പിടിക്കുക, എമൗണ്ട് ഇല്ലാത്തതിനാണ് പലിശ പിടിക്കുക. ഓക്കെ, അപ്പൊ ഇൻറ്റു 6/12 എന്ന് ചെയ്യുന്നു, നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പറഞ്ഞ മനസ്സിലാവുന്നത്, ഒരു 600 രൂപ വരും ആൻസർ. ദാറ്റ്സ് ഓൾ. ഇത് സിമ്പിൾ കേസ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്, അത് എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. എത്ര രൂപ എടുത്തോണ്ട് പോയി എന്ന് അവർ പറയും, എത്രയാണ് റേറ്റ് എന്ന് അവർ പറയും, പക്ഷേ ഏത് ഡേറ്റിൽ എടുത്തോണ്ട് പോയി എന്ന് അവർ പറയില്ല. അങ്ങനെ ഡേറ്റ് ഏതാണ് എടുത്തോണ്ട് പോയിരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ 6 മാസം കാൽക്കുലേറ്റ് ചെയ്യണം. അത് നിർബന്ധമാണ്. പറയണ മനസ്സിലാവുണ്ടോ? അതായത് എത്ര എമൗണ്ട് എടുത്തോണ്ട് പോയി, എത്ര റേറ്റ് ഒക്കെ അവർ ചോദ്യത്തിൽ എന്തായാലും തരും. ഇനി പക്ഷെ ഡേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് 6 മാസം നമ്മൾ എടുത്തേ പറ്റൂ. അതാണ് രണ്ടാമത്തെ കേസ്. എന്ത്? ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ നോട്ട് ഗിവൺ ബട്ട് ദ എമൗണ്ടും റേറ്റും തന്നിട്ടുണ്ട്. ഈസി. ഇനി മൂന്നാമത്തെ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ മൂന്നാമത്തെ കേസ് ചോദ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരാള് പല എമൗണ്ടുകൾ എടുത്തുകൊണ്ട് പോകണം, പല ഡേറ്റുകളിലായിട്ട് എടുത്തുകൊണ്ട് പോകണം, തോന്നിയ പോലെ എടുത്തുകൊണ്ട് പോകണം. അതായത് ഒരു വർഷത്തില് പല എമൗണ്ടുകൾ, 2000, 1000, പിന്നെ ഒരു 3000, പിന്നെ ഒരു 5000, അങ്ങനെ തോന്നുന്ന എമൗണ്ട് തോന്നുന്ന ഡേറ്റിൽ എടുത്തുകൊണ്ട് പോകണം. ഇങ്ങനെ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുത്തോളൂ. ഒരേ ഇൻസ്റ്റാൾമെന്റ് അല്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എല്ലാ മാസവും അല്ല ഞാൻ പറയണത്. അതായത് ജനുവരിയിൽ എടുത്തോണ്ട് പോയാൽ പിന്നെ മാർച്ചിൽ എടുത്തോണ്ട് പോയിരിക്കും, പിന്നെ ഒരു ജൂലൈയിൽ എടുത്തോണ്ട് പോവായിരിക്കും, പിന്നെ ഒരു ഓഗസ്റ്റിൽ എടുത്തോണ്ട് പോവായിരിക്കും, പിന്നെ നവംബറിൽ എടുത്തോണ്ട് പോവായിരിക്കും. അതും തോന്നിയ എമൗണ്ട്. ഇങ്ങനെ എടുത്തോണ്ട് പോവാണെങ്കിൽ ആ എടുത്തോണ്ട് പോകുന്ന എമൗണ്ടില് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡിന്റെ പേരാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. കണ്ടോ? പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല ഉണ്ട്, അറിയാലോ അല്ലെ? എന്താണ്? സം ഓഫ് ദ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇതാണ് ഫോർമുല. ഇത് അങ്ങനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി ഇതിനോടകം പഠിച്ചു കാണും. നമ്മളൊരു ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ലല്ലോ നടത്തുന്നത്, അറിയാലോ അല്ലെ? ടേബിൾ ഒക്കെ വരയ്ക്കണം, അവർ തന്ന ചോദ്യം അങ്ങനെ എഴുതി വെക്കണം, ഡേറ്റ് എഴുതണം, അവർ തന്ന എമൗണ്ടുകൾ എഴുതണം, നമ്പർ ഓഫ് പീരീഡ് കണ്ടുപിടിക്കണം. എന്താ ഈ നമ്പർ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പോഴാണ് ബുക്ക് ക്ലോസ് ചെയ്യണം നോക്കുക, എപ്പോഴാണ് ഓരോ എമൗണ്ടുകൾ എടുത്തുകൊണ്ട് പോയിരിക്കണം നോക്കുക. ഈ എടുത്തുകൊണ്ട് പോയ എമൗണ്ട് തൊട്ടിട്ട് ബുക്ക് ക്ലോസ് ആവണ വരെ എത്ര മാസം ഉണ്ട് നോക്കുക. ഇതാണ് നമ്പർ ഓഫ് പീരീഡ്. പിന്നെ ലാസ്റ്റ് കോളം ഏതാ? പ്രോഡക്റ്റ്. പ്രൊഡക്റ്റ് എങ്ങനെ കാണും? നമ്മുടെ എമൗണ്ടും നമ്മൾ കണ്ടുപിടിച്ച പീരീഡും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റ് കോളത്തിന് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് ദ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. 1/12 ഒക്കെ ആ ഫോർമുലയിൽ ഉള്ളതാണ്, പഠിച്ചേ പറ്റൂ. ദാറ്റ്സ് ഓൾ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ട് പോവാം. കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടും ഉണ്ടാവും. ഇറ്റ്സ് ഹൈ ടൈം ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് തോന്നിയ എമൗണ്ട് തോന്നിയ സമയത്ത് എടുത്തുകൊണ്ട് പോകണമെന്നാണ്. ഇതങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് ഒരേ എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് ഒരേ എന്താ പറയാ ഇന്റർവെല്ലിൽ എടുത്തുകൊണ്ട് പോകും. എന്താ ഈ ഒരേ ഇന്റർവെൽ? എല്ലാ മാസവും
ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ ഒരു മാസം പോലും വിടാതെ എല്ലാ മാസവും ഒരേ എമൗണ്ട് എടുത്തോണ്ട് പോകണം. അങ്ങനെ ഒരേ എമൗണ്ട് എടുത്തോണ്ട് പോയാൽ എന്താ, അതിനും കുറച്ച് ബൈഫർക്കേഷൻ ഉണ്ട്. എന്താണെന്നറിയോ, ഈ ഒരേ എമൗണ്ട് എടുത്തോണ്ട് പോണത് മാസത്തിന്റെ തുടക്കമാണോ, മാസത്തിന്റെ അവസാനമാണോ, അതോ മാസത്തിന്റെ നടുക്കെയാണോ? ഇത് നമ്മൾ നോക്കണം. മാസത്തിന്റെ തുടക്കമാണ് നമ്മൾ എടുത്തുകൊണ്ട് പോണതെങ്കിൽ 6.5/12 എന്ന് വെച്ച് ഫോർമുലയിൽ ചെയ്യണം. അപ്പൊ ഫോർമുല വരിക ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6.5/12. ഈ ടോട്ടൽ ഡ്രോയിങ് കാണാൻ മറക്കരുത്. ഭൂരിഭാഗം കുട്ടികളും ചെയ്യുന്ന ഒരു കെയർലെസ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ? സംഭവം വളരെ സിമ്പിളാ. ഇപ്പൊ ശ്രീകാന്ത്, ഞാൻ വന്നിട്ട് 2000 രൂപ എല്ലാ മാസവും എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കും. അപ്പോ ഫോർമുലയിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ബിഗിനിങ്ങിലാണ് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, 2000 ഇൻറ്റു 6% ആണെങ്കിൽ 2000 ഇൻറ്റു 6/100 ഇൻറ്റു 6.5/12 ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ തെറ്റും. എല്ലാ മാസവുമാണ് 2000 കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു വർഷം 12 മാസം ഉണ്ട്. എല്ലാ മാസവും 2000 രൂപ എടുത്തുകൊണ്ട് പോയി പറഞ്ഞാൽ വർഷത്തേക്ക് 24,000 ആയില്ലേ? പറഞ്ഞു മനസ്സിലാവണം. അപ്പൊ 2000 ഇൻറ്റു 12 ചെയ്യാൻ മറക്കരുത്. ടോട്ടൽ ഡ്രോയിങ്സ് ചെയ്തിരിക്കണം. ഇത് ചെയ്യാൻ ഭൂരിപക്ഷം കുട്ടികളും മിസ്സാക്കാറുണ്ട്. അങ്ങനെ എടുത്ത ആ എമൗണ്ടിന് എഴുതി വെക്കും. നോ, ഡോണ്ട് ഡു ദാറ്റ്. എപ്പോഴും ഇത് മൈൻഡിൽ വെക്കുക. പിന്നെ രണ്ടാമത്തെ എന്താ, മിഡിലാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. മിഡിൽ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിലോട്ട് വരാം. മിഡിൽ ഓഫ് എവറി മന്ത് എന്ന് പറയുമ്പോൾ ഒരു വർഷം 12 മാസത്തിന്റെ നടുക്ക് പറഞ്ഞാൽ എന്താണ്, 6 മാസം എന്നല്ലേ അർത്ഥം. അപ്പോ അതിന്റെ ഫോർമുല എന്താ വരിക, ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12. ഈസി. ഇവിടെയും ടോട്ടൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇൻറ്റു 12 ചെയ്തിരിക്കണം, മറക്കരുത്. ആൻഡ് അതുപോലെ എല്ലാ മാസത്തിന്റെയും അവസാനമാണ് എടുത്തുകൊണ്ട് പോകണതെങ്കിലോ 5.5/12. അപ്പൊ എന്താ ഫോർമുല വരിക, ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 5.5/12, 5.5/12. ഇത്രയേ ഉള്ളൂ. ഇവിടെയും ഇൻറ്റു 12 ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാ മാസവും ഒരേ എമൗണ്ട് എടുത്തുകൊണ്ട് പോവാണെങ്കിൽ. മറിച്ച് എല്ലാ ക്വാർട്ടറും, എന്താണ്, എല്ലാ ക്വാർട്ടറും ഒരേ എമൗണ്ട് എടുത്തുകൊണ്ട് പോവാണെങ്കിലോ അടുത്ത കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യം, ഈ മാസത്തിന്റെ കാര്യത്തിലൊക്കെ എന്തിനാ കൺഫ്യൂഷൻ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു വർഷം 12 മാസം ഉണ്ടെങ്കിൽ അതിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? ആദ്യം ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴും ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. ക്വാർട്ടർ എന്ന് പറയുന്ന ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കൂ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഇതിനെ ഞാൻ 3 ആയിട്ടൊന്ന് തരംതിരിക്കാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇത് ഒരു ക്വാർട്ടർ. അപ്പൊ ഒരു ക്വാർട്ടറിൽ എത്ര മാസം ഉണ്ടാവും? 3 മാസം ഉണ്ടാവും. ഏപ്രിൽ, മെയ്, ജൂൺ, ഇത് രണ്ടാമത്തെ ക്വാർട്ടർ, 3 മാസം ഉണ്ട്. അടുത്തതോ ഈ ജൂലൈനെ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇത് അടുത്ത ക്വാർട്ടർ, 3ാമത്തെ ക്വാർട്ടർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത് അടുത്ത ക്വാർട്ടർ. അപ്പൊ ടോട്ടൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 4 ക്വാർട്ടർ ഉണ്ട്. ഒരു ക്വാർട്ടറിൽ എത്ര മാസം ഉണ്ടാവും? 3 മാസം ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്വാർട്ടർലി എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ? എന്താ അതിന്റെ അർത്ഥം? ഓരോ 3 മാസം കഴിയുമ്പോഴും എക്സാം നടത്തുക, അത് തന്നെ. അപ്പോ ഒരു വർഷത്തിന് മൊത്തം 4 ക്വാർട്ടർ ഉണ്ട് നമുക്ക്. ഒരു ക്വാർട്ടറിൽ 3 മാസം ഉണ്ട്. അപ്പോ ടോട്ടൽ ഡ്രോയിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 4 ചെയ്യോ ഇൻറ്റു 3 ചെയ്യോ? ഇൻറ്റു 3 ചെയ്താൽ എത്ര കറക്റ്റ് ആവും? ഇൻറ്റു 4 ചെയ്യണം. മന്ത് ആണെങ്കിൽ ഇൻറ്റു 12 ചെയ്യണം. ക്വാർട്ടർ ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം. മറക്കരുത് കേട്ടോ. അപ്പോ ഇതിലും ഇപ്പൊ എല്ലാ ക്വാർട്ടറിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിലോ, ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ജനുവരി 1-ാം തീയതി എടുത്തുകൊണ്ട് പോണു, അതുപോലെ ഏപ്രിൽ 1-ാം തീയതി എടുത്തുകൊണ്ട് പോണു, ജൂലൈ 1-ാം തീയതി എടുത്തുകൊണ്ട് പോണു, ഒക്ടോബർ 1-ാം തീയതി എടുത്തുകൊണ്ട് പോണു എമൗണ്ട്. അപ്പൊ എത്ര പ്രാവശ്യം എടുത്തുകൊണ്ട് പോകേണ്ട എമൗണ്ട്? 4 പ്രാവശ്യം എടുത്തുകൊണ്ട് പോകേണ്ട എമൗണ്ട്. അതുകൊണ്ടാണ് ഇൻറ്റു 4 എന്ന് എഴുതാൻ പറഞ്ഞത്. എല്ലാ മാസവും എടുത്തുകൊണ്ട് പോണില്ലല്ലോ, ക്വാർട്ടറല്ലേ എടുത്തുകൊണ്ട് പോണുള്ളൂ. അപ്പൊ മൊത്തം 4 ക്വാർട്ടർ ഉണ്ട് നമുക്ക്, അല്ലേ? അപ്പൊ ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ബിഗിനിങ് ആണെങ്കിൽ എങ്ങനെ വരും നോക്കാം നമുക്ക്. ബിഗിനിങ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് കണ്ടോളൂ, 7.5. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ എന്തായാലും ഓർത്ത് വെക്കണം. എക്സാമിന് എവിടെയെങ്കിലും വരാതിരിക്കാൻ എന്ന് വിചാരിക്കേണ്ട, വരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒന്നെങ്കിലും വരാതിരിക്കില്ല.
അപ്പോ എന്താ ഫോർമുല വരിക? ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 7.5/12. ഇത് ക്വാർട്ടർലി എടുത്തോണ്ട് പോകുമ്പോ അപ്പൊ ടോട്ടൽ ഡ്രോയിങ് കാണുമ്പോൾ ഏത് എമൗണ്ട് ആണെങ്കിലും ഇൻറ്റു 4 ചെയ്തിരിക്കണം. ഇനി അവരെന്നെ ടോട്ടൽ ഡ്രോയിങ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 4 ചെയ്യണ്ട കേട്ടോ. ചോദ്യം വൃത്തിക്ക് വായിക്കുക, അത് വേറെ കാര്യം. ഇനി രണ്ടാമത്തതോ, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതിന് മുന്നേ മിഡിൽ നോക്കിയാലോ? മിഡിൽ എളുപ്പമല്ലേ? മിഡിൽ വന്നാലേ 6/12 ആണ്. അപ്പോ ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12. ആൻഡ് ലാസ്റ്റ് വൺ, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറുടെയും അവസാനം. എല്ലാ ക്വാർട്ടറുടെയും അവസാനം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു എന്താ വരിക? 4.5/12. മറക്കരുത്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഉള്ളതിൽ സിമ്പിൾ, ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഈ ടോപ്പിക്കിൽ, അതായത് ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. ചിലപ്പോൾ തിയറിയും വരാം. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. ഇപ്പോ ഒരു സ്ഥാപനത്തിൽ രണ്ടാൾക്കാരുണ്ട്, പാർട്ട്നേഴ്സ്. മൂന്നാമതൊരാളായിട്ട് ഉള്ളിലെ ഒരാളെ കൊണ്ടുവരണം. അപ്പോ ആ മൂന്നാമനെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ അയാളാണെങ്കിൽ തീരെ താല്പര്യമില്ല ഉള്ളിലോട്ട് വരാൻ, സ്ഥാപനത്തിന്റെ ഉള്ളിലോട്ട് വരാൻ. അപ്പൊ അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? നീ ധൈര്യത്തിൽ വന്നോ, നിനക്ക് വർഷത്തില് 10,000 രൂപേനേക്കാളും കുറയില്ല ലാഭം, അല്ലെങ്കിൽ 20,000 രൂപേനേക്കാളും കുറയില്ല ലാഭം, അല്ലെങ്കിൽ 30,000 രൂപേനേക്കാളും കുറയില്ല ലാഭം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി കൊടുക്കും. ആരാ ഗ്യാരണ്ടി കൊടുക്കുക? ബാക്കിയുള്ള പാർട്ട്നേഴ്സ്. എന്ന് വെച്ചാൽ ഫേം. എല്ലാ പാർട്ട്നേഴ്സും ഒരുമിച്ച് വേറൊരു പാർട്ട്ണർക്ക് ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ അതിന് പറയുന്നതാണ് ഗ്യാരണ്ടി ബൈ ഫേം ടു പാർട്ട്ണർ. അപ്പോ എന്നിട്ട് അയാൾ ധൈര്യത്തിൽ ഉള്ളിൽ വരും. എന്നിട്ട് ആ വർഷത്തിന്റെ അവസാനം എല്ലാവർക്കും ലാഭം വീതിക്കും. അങ്ങനെ ലാഭം വീതിക്കണ സമയത്ത് അയാളോട് പറഞ്ഞ എമൗണ്ട് അയാൾക്ക് കിട്ടുന്നുണ്ടോന്ന് നമ്മൾ നോക്കണം. ഇൻ കേസ് അയാൾക്ക് പറഞ്ഞുറപ്പിച്ച എമൗണ്ട് അയാൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞു, 10,000 കുറയില്ല എന്ന്, പക്ഷെ അയാൾക്ക് 8,000 വന്നു. അപ്പൊ 2,000 രൂപയുടെ ഡെഫിഷ്യൻസി ഇല്ലേ? 2,000 രൂപയുടെ കുറവില്ലേ എമൗണ്ടിൽ? ആ 2,000 കുറവ് ആര് നികത്തണം? ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അല്ലേ ഗ്യാരണ്ടി കൊടുത്തത്, അവര് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? അവിടെയാണ് ചില കുട്ടികൾ തെറ്റുവരുത്തുക. ഈക്വലി കൊടുക്കും. എന്ത് ഈക്വലി? ഒന്നും പറഞ്ഞിട്ടില്ല, ചോദ്യത്തിൽ റേഷ്യോവേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വലി കൊടുക്കാം. പക്ഷേ ഒരു ഉദാഹരണം പറയാം. ABC കേട്ടോ, ഇതാണ് അവരുടെ റേഷ്യോ. 5/10, 3/10, 2/10. സി എന്ന് പറഞ്ഞ ആൾക്കാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കണേ. എത്രയാ കൊടുത്തിരിക്കണേ? 10,000. നമ്മൾ വന്നിട്ട് വർഷത്തിന്റെ അവസാനം ലാഭം എല്ലാവർക്കും ഈ റേഷ്യോയിൽ വീതിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിക്ക് 8,000 രൂപയെ കിട്ടിയുള്ളൂ. അപ്പൊ എത്ര രൂപയുടെ കുറവുണ്ട് അവിടെ? 2,000 രൂപയുടെ കുറവുണ്ട്. ഈ 2,000 രൂപ ആര് നികത്തണം? എയും നികത്തണം, ബിയും നികത്തണം. ഗ്യാരണ്ടി രണ്ടുപേരും. എങ്ങനെ? ഈക്വലിയോ? അല്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ റേഷ്യോയിൽ വേണം നികത്താൻ. എന്ന് വെച്ചാൽ 5/10, 3/10 അല്ലല്ലോ. 5:3 എന്ന് വെച്ചാൽ 5/8, 3/8. സിയുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ട് സിക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെന്ത് കണക്കാ? അങ്ങനെ ചെയ്യരുത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ റിമൈനിങ് റേഷ്യോ എന്താണ്? റിമൈനിങ് റേഷ്യോയിൽ വേണം കൊടുക്കാൻ. ഇനി ചോദ്യത്തിൽ ഇതല്ലാതെ വേറെ വല്ല റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയിൽ കൊടുക്കും. ഇനി ചോദ്യത്തിൽ റേഷ്യോവേ ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് എങ്ങനെ കൊടുക്കും? ഈക്വലി കൊടുക്കും. ഇതൊരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് പറയട്ടെ. അതായത് സിക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ആകെ ഒരാളെ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളൂ. എ പറയണു എയുടെ ഫ്രണ്ട് ആണ് സി വിചാരിക്കും. സീനെ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറ്റണം. സി മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ എ പറയണ നീ ധൈര്യം, ബി ഓക്കെ ആണ്, സി ഉള്ളിലോട്ട് വരാൻ ബി അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്യാരണ്ടി ഒന്നും ഞാൻ കൊടുക്കില്ല എന്ന് ബി പറയുകയാണ്. അപ്പൊ എ എന്ത് ചെയ്യാണ്? എ തുണിഞ്ഞിട്ട് പറയുകയാണ്, നീ ധൈര്യത്തിൽ വന്നാൽ നിനക്ക് 10,000 രൂപയെക്കാളും കുറയില്ല, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ തരാം. എങ്ങനെ? ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ഗ്യാരണ്ടി കൊടുക്കണം. ഫേം അല്ല ഗ്യാരണ്ടി കൊടുക്കണത്, ഒറ്റ പാർട്ട്ണറാ ഗ്യാരണ്ടി കൊടുക്കണത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? എ മാത്രം കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഇതേ കേസിൽ 8,000 രൂപയല്ലേ സിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിൽ 2,000 രൂപ ആര് കൊടുക്കും? എ കൊടുക്കും. ബി സേഫ്. അത്രയേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ കേസ്. പിന്നെ ഭൂരിപക്ഷം കുട്ടികളും എന്നോട് ചോദിക്കുന്ന വേറൊരു ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങാനും സിക്ക് കൊടുത്ത ഗ്യാരണ്ടി 10,000 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോ സിക്ക് 15,000 രൂപ കിട്ടി. എത്ര കിട്ടി?
15,000 രൂപ കിട്ടി. അപ്പൊ പിന്നെ സിക്ക് 10,000 അല്ലേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്ര മതി, 5,000 എടുക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വാങ്ങിക്കൂ? നെവർ. കൂടുതൽ ഉണ്ടെങ്കിൽ വെച്ചോ, ഞങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ, സന്തോഷം, ഞങ്ങൾ രക്ഷപ്പെട്ടു, എയും ബിയും. കൂടുതൽ ഉണ്ടെങ്കിൽ വെച്ചോ, കുറവുണ്ടെങ്കിൽ ഞങ്ങൾ തരും. ദാറ്റ്സ് ഓൾ. മാത്രമല്ല ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ഈ ഗ്യാരണ്ടിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി ബെയർ ചെയ്യില്ല. കാരണം പുള്ളിക്കാരന് ലാഭം കിട്ടിയേ പറ്റൂ. അപ്പൊ അവന്റെ ലോസ് കൂടി ആര് ബെയർ ചെയ്യേണ്ടി വരും? ബാക്കിയുള്ള ആൾക്കാർ ബെയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് അവന് കൊടുക്കാന്ന് പറഞ്ഞ പ്രോഫിറ്റ് ലോസ് ഉള്ള സമയത്ത് പോലും പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഗ്യാരണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓട്ടിച്ചുണ്ട്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് വെരി സിമ്പിൾ. അധികം വെയിറ്റേജ് ഒന്നും ഫസ്റ്റ് ചാപ്റ്ററിന് ഉണ്ടാവില്ല. ബട്ട് എന്നാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, മാർക്കിംഗ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.